ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി വലിയൊരു ബോക്സാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇത്രയും നീളമുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഈസി ക്ലീനറാണേ. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്കിലും പറയാം, ഇത് ഈസി ക്ലീനറാണ് കേട്ടോ. അതായത് നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ബ്രഷാണ്, ഇലക്ട്രിക് ബ്രഷ്. അപ്പോൾ ഞാനത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഓൺലൈനല്ല, വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്തത്. ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. കുഞ്ഞ, ഈ ബോക്സ് ഒന്ന് അങ്ങോട്ട് വലിച്ചു കുഞ്ഞ, നിങ്ങളുള്ളത് കൊണ്ടേ അങ്ങോട്ട്. സാധനം ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സാധനം വരുന്നത്. വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഇൻസ്റ്റയിൽ അങ്ങനെ ആഡ് കണ്ടപ്പോൾ തന്നെ 2.5 കിലോ എങ്ങാണ്ട് വെയിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ താഴെ നമ്മൾ ബ്രഷ് ഇതാക്കിയിട്ട് സോപ്പ് ലിക്വിഡ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രഷും കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കാണ്, സ്റ്റിക്ക് വിത്ത് മോട്ടർ. ഇത് കണ്ടോ, ഇതിൽ തന്നെ ഓൺ ഓഫ് ബട്ടനൊക്കെ ഉള്ള മോട്ടറുണ്ട്. ഇത് അങ്ങനെ ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ എർത്തിൻ്റെ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ലാത്ത സംഭവമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബ്രഷ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ബാത്റൂമൊക്കെ വാഷ് ചെയ്യാൻ ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഈ ടൈപ്പിലാണ് വരുന്നത്. ഈസി ക്ലീൻ ആയിട്ട് നമുക്ക് ബാത്റൂമിൻ്റെ വാള് ഒക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബ്രഷ് വരുന്നത് ഇതിനകത്താണ്. നല്ല ഹാർഡ് ബ്രഷാണ് കേട്ടോ, സോഫ്റ്റ് ഒന്നും അല്ല, ഇത്തിരി ഹാർഡായിട്ടുള്ള ബ്രഷാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ പാർട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് എന്താണ് പറയുക, നമുക്കിപ്പോൾ ഈ ബ്രഷ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ത്രോ ചെയ്ത് വേറെ എടുക്കണം. ഇതെല്ലാം കേട് വന്നു പോയി നമുക്ക് വേറെ വേണമെങ്കിൽ ഇതിൻ്റെ പാർട്സ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഇതുണ്ട്, സ്ക്രൂ ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ടോ, ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിതിന് ഒരു ബലം ഒന്നും കൊടുക്കണ്ട, പ്രസ് ചെയ്യുകയൊന്നും വേണ്ട. ഇതിന് തന്നെ ഒരു 2-2.5 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ആ വെയിറ്റിനകത്ത് ഇത് അങ്ങ് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണ് പറയുക, നല്ലതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അൺബോക്സ് ചെയ്തെങ്കിലും യൂസ് ചെയ്യാനും കൂടി പോകണം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.